ഒരു വശത്ത് വിശ്വകിരീടവുമായി സ്പാനിഷ് പട, മറുവശത്ത് 10 വർഷങ്ങൾക്കിപ്പുറം അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വീണ്ടും കണ്ണീരോടെ ലയണൽ മെസ്സി. 8 ഗോളും 4 അസിസ്റ്റുമായി അർജന്റീനയെ ഒറ്റയ്ക്ക് ഫൈനലിലെത്തിച്ചിട്ടും ആ സുവർണ്ണ പന്ത് എന്തുകൊണ്ട് മെസ്സിക്ക് നഷ്ടമായി? കണക്കുകളിൽ റോഡ്രി മെസ്സിയുടെ 7 അയലത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ ഗോൾഡൻ ബോൾ ലഭിക്കാതെ പോയത്? ലോകകപ്പിന് തിരശ്ശീല വീണതോടെ ആരാധകർ ഉയർത്തുന്ന ചോദ്യമാണിത്. റോഡ്രിയേക്കാളും മെസ്സിയല്ലേ ഗോൾഡൻ ബോൾ അർഹിച്ചിരുന്നത്? ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീടത്തിലേക്ക് എത്തിയത്. പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസിന്റെ ഗോളിലായിരുന്നു സ്പെയിൻ ജയിച്ചു കയറിയത്. ഒരു വശത്ത് സ്പെയിൻ കിരീടത്തോടെ പുഞ്ചിരിക്കുമ്പോൾ മറുവശത്ത് ലയണൽ മെസ്സി എന്ന ഇതിഹാസം കണ്ണീരോടെ ആ മൈതാനത്തുണ്ടായിരുന്നു. 2016 കോപ്പ അമേരിക്കയിൽ ചിലിയോട് തോറ്റ് കണ്ണീരോടെ പടിയിറക്കം പ്രഖ്യാപിച്ച മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വീണ്ടും കണ്ണീരോടെ മെസ്സിക്ക് നോക്കി നിൽക്കേണ്ടി വന്നത് കാലത്തിന്റെ ക്രൂരമായ കാഴ്ചകളിൽ ഒന്നായി മാറി. കിരീടം നഷ്ടമായപ്പോഴും ആ ഗോൾഡൻ ബോളിലേക്ക് മെസ്സിയുടെ കണ്ണുകളുണ്ടായിരുന്നു. ഈ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് അർജന്റീനയെ ഒറ്റയ്ക്ക് കൈപിടിച്ചുയർത്തിയ മെസ്സിയുടെ മികവിന് ആ ഗോൾഡൻ ബോൾ അർഹിച്ചിരുന്നു. എന്നാൽ സ്പെയിൻ നായകനും മധ്യനിരയിലെ വിശ്വസ്തനുമായ റോഡ്രി ആ ഗോൾഡൻ ബോളിൽ മുത്തമിട്ടപ്പോൾ മെസ്സിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. നിലവിലെ ലോക ചാമ്പ്യന്മാർ എന്ന ഖ്യാതിക്കപ്പുറം കളിയിൽ പലപ്പോഴും താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ഒരു ടീമിനെ 8 ഗോളും 4 അസിസ്റ്റുകളും ഉൾപ്പെടെ ഫൈനലിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ അത്യധ്വാനമുണ്ടായിരുന്നു. വെള്ളി ബോൾ നൽകി ലോകകപ്പിലെ മെസ്സിയുടെ മികവിനെ ഫിഫ അംഗീകരിച്ചെങ്കിലും തൻ്റെ അലമാരയിൽ 3ാമത്തെ ഗോൾഡൻ ബോൾ ആ മനുഷ്യൻ അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇതുവരെ ആർക്കും സാധിക്കാത്ത ആ നേട്ടം ഫൈനലിലെ തോൽവി കൊണ്ട് മാത്രം കൈവിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകളിൽ റോഡ്രി മെസ്സിയുടെ 7 അയലത്തില്ല. പിന്നെ എന്തുകൊണ്ട് മെസ്സിയെ മറികടന്ന് റോഡ്രിയുടെ കൈകളിലേക്ക് ഗോൾഡൻ ബോൾ എത്തി എന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്പെയിൻ്റെ കയ്യിലിരിക്കുന്ന ആ വിശ്വകിരീടം. സ്പാനിഷ് ടീമിലെ ക്യാപ്റ്റനായി ഓൾറൗണ്ട് മികവോടെ റോഡ്രി നടത്തിയ പ്രകടനം ഇത്തവണ സ്പെയിൻ്റെ കിരീട നേട്ടത്തിൽ നിർണായകമായി മാറിയിരുന്നു. ഫൈനലിൽ ലയണൽ മെസ്സിയെ പൂട്ടിയതിലടക്കം റോഡ്രിക്ക് വലിയ പങ്കുണ്ട്. അധികം അവകാശവാദങ്ങളൊന്നുമില്ലാതെ ഒത്തിണക്കമുള്ള സംഘത്തോടൊപ്പം എത്തി കപ്പുമായി സ്പെയിൻ മടങ്ങുമ്പോൾ ആ പടയെ നയിച്ച റോഡ്രിയുടെ മികവ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കളിയിൽ മാത്രമാണ് റോഡ്രി മാൻ ഓഫ് ദി മാച്ച് ആയത്. എന്നാൽ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ പ്രകടനം റോഡ്രിയുടേതാണെന്ന് നിസ്സംശയം പറയാം. 8 മത്സരത്തിൽ നിന്ന് 93.2 റോഡ്രിയുടെ പാസിംഗിലെ കൃത്യത. 655 പാസുകൾ ഈ ലോകകപ്പിൽ റോഡ്രി പൂർത്തിയാക്കി. ലോകകപ്പിന്റെ ചരിത്രത്തിലെ റെക്കോർഡാണിത്. 26 ടാക്കിളുകളും 11 ക്ലിയറുകളും 40 റിക്കവറികളും റോഡ്രി എന്ന മിഡ്ഫീൽഡ് ജനറൽ നടത്തിയിട്ടുണ്ട്. 11 അവസരങ്ങൾ സൃഷ്ടിക്കൂടി ചെയ്ത റോഡ്രിയുടെ ഒരു മത്സരത്തിലെ ശരാശരി റേറ്റിംഗ് 7.86 ആണ്. ചാമ്പ്യന്മാരുടെ നായകൻ എന്ന നിലയിലും മധ്യനിരയിലെ തൻ്റെ റോൾ ഏറ്റവും മനോഹരമായി ചെയ്തെന്ന നിലയിലും റോഡ്രി ആദരിക്കപ്പെട്ടു. ഫൈനലിൽ മെസ്സി ഒന്നുമല്ലാതെ ആയിപ്പോയതും റോഡ്രിയിലേക്ക് ആ സുവർണ്ണ ബോൾ എത്താൻ കാരണമായിട്ടുണ്ട്. 8 ഗോളും 4 അസിസ്റ്റും നേടി മെസ്സി ഗോൾഡൻ ബൂട്ട് സ്വപ്നം കണ്ടിരിക്കുകയാണ് 3ാം സ്ഥാനക്കായുള്ള പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 2 ഗോളോടെ എംബാപ്പെ 10 ഗോളുകൾ അക്കൗണ്ടിൽ ചേർത്തത്. ഇതോടെ ആ പുരസ്കാരവും മെസ്സിയുടെ കൈവിട്ടുപോയി. ഖത്തർ ലോകകപ്പിലെ ആ വിശ്വകിരീടത്തോടെ മെസ്സി തൻ്റെ എല്ലാ മോഹങ്ങളും സാക്ഷാത്കരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കയ്യലകത്തിൽ നഷ്ടപ്പെട്ടതൊന്നും ആ ഇതിഹാസത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമല്ല. എന്നാൽ തൻ്റെ അവസാന ലോകകപ്പിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി ബൂട്ടഴിക്കാമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. അതുകൊണ്ടാവാം വീണ്ടും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. മെസ്സി സൃഷ്ടിച്ച പല റെക്കോർഡുകളും തകർക്കപ്പെട്ടേക്കും. എന്നാൽ ലോക ഫുട്ബോളിൻ്റെ ഒരേയൊരു മെസ്സിയായി മെസ്സി എന്നും ആരാധക ഹൃദയങ്ങളിൽ ഉണ്ടാവും.